ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ആലിഷീൻസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഈവനിങ്ങിലൊക്കെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ക്രിസ്പി ആൻഡ് ടേസ്റ്റി സ്നാക്ക് റെസിപ്പി. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് സ്റ്റഫ്ഡ് ചിക്കൻ സ്ക്യൂവ്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല, വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് ഞാൻ 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച പച്ചമുളക് 1 ടീസ്പൂൺ ഉണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിച്ചപ്പ് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചതാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പൊടികൾ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാനൊരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മുളക് പൊടി. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല. പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി എടുത്തിട്ടുണ്ട്, കാശ്മീരി പൗഡർ 1/2 ടീസ്പൂണ്. പിന്നെ ചാറ്റ് മസാലയാണിത്, ഇത് ഓപ്ഷനിലാണ്, നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒറിഗാനോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ പീസസിലൊക്കെ എത്തുന്ന രീതിയിൽ, ഒരുപോലെ എത്തുന്ന രീതിയിൽ കൈകൊണ്ട് തന്നെ കുഴച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മാരിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഈ ടൈമിൽ നമുക്കൊരു ഡോ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ, 2 ടീസ്പൂൺ നെയ്യ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പാകത്തിന് വെള്ളം ചേർത്തിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ലൊരു മാവാക്കി, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടെ കുഴച്ചെടുത്തിട്ട് ഇത് രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. 2 ബോൾസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ടിത് നമുക്ക് തിന്നായിട്ട്, വളരെ തിന്നായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം, കൂടുതൽ കട്ടി വേണ്ട. ഇപ്പോൾ ഞാൻ തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിങ്ങനെ ഓരോരോ സ്ട്രിപ്സായി കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ചിക്കൻ പീസ് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് മെല്ലെ ഇതേപോലെ റോൾ ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളടുത്ത് ഇങ്ങനത്തെ ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഒരു 3 ഒരു സ്റ്റിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് ഓരോ സ്ട്രിപ്സ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ, കാരണം നമ്മുടെ ചിക്കൻ പീസ് ഒന്നും വെന്തിട്ടില്ല, അതൊക്കെ ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ 2 സൈഡും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്റ്റഫ്ഡ് ചിക്കൻ സ്ക്യൂവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. അസ്സലാമു അലൈക്കും. അല്ലാഹ് ഹാഫിസ്.